2018 മാർച്ച് 22-നാണ് മുണ്ടക്കയം പുഞ്ചവയിലുള്ള ബന്ധുവീട്ടിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് ജസ്ന വീട്ടിൽ നിന്നും ഇറങ്ങിയത്. എരുമേലി വരെ സ്വകാര്യ ബസ്സിലെത്തിയായിട്ടുള്ള മൊഴിയുമുണ്ട്. പക്ഷെ അതിനുശേഷം ജസ്ന അപ്രത്യക്ഷമായി. ഏകദേശം 2 ലക്ഷത്തോളം മൊബൈൽ നമ്പറുകൾ അരിച്ചു പെറുക്കി 5 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചു. ഈ കാണാതായ ദിവസം ജസ്നയെ 16 വട്ടം വിളിച്ച ആൺ സുഹൃത്തിനെ പിടിച്ച് ചോദ്യം ചെയ്തു. എന്നിട്ടൊന്നും ഒരു തുമ്പും ഒരന്വേഷണവും മുന്നോട്ട് പോയില്ല. പോലീസും അടുത്തപ്പോൾ ക്രൈംബ്രാഞ്ചിന് കൈമാറി. ക്രൈംബ്രാഞ്ചും തോറ്റപ്പോൾ ഇന്ത്യയിലെ നമ്പർ 1 ഏജൻസിയായ CBIക്ക് കൈമാറി. CBIയും കുറെ അന്വേഷണം നടത്തി. അവസാനം ഈ 6 വർഷത്തിന് ശേഷം ഈ കേസ് കൈയൊഴിഞ്ഞിരിക്കുകയാണ്. അവരും ഈ കേസ് ക്ലോസ് ചെയ്തു. ഇനിയിപ്പം അന്വേഷിക്കാൻ ആരുമില്ല. ഇപ്പോൾ ഇതിന്റെ ഒരു വീഴ്ചയായിട്ട് പറയുന്നത് ആദ്യഘട്ടത്തിൽ പോലീസിന്റെ അന്വേഷണത്തിൽ അവർ വരുത്തിയ ചില പിഴവുകളാണ് എന്നാണ്. എന്ത് തന്നെയായാലും കേരളത്തിൽ നിന്നും ഒരു യുവതി കാണാതായിട്ട് 6 വർഷം കഴിഞ്ഞിട്ടും ഒരു തുമ്പുമില്ലാതെ കേസ് അവസാനിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളത് നമ്മൾ ഓരോ പൗരന്മാരെയും ഭീതിപ്പെടുത്തുന്ന, നമ്മുടെ സിസ്റ്റത്തെയും നമ്മുടെ ഈ ടെക്നോളജികളെയും ഒന്നും 100% വിശ്വസിക്കേണ്ട എന്നുള്ളതിന് അടിവരയിടുന്ന ഒരു സംഭവമാണ്.